പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ, ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴോ വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴോ അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദോസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. അപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്. തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. അപ്പം വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവനെ ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇപ്പോൾ പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലില്ലേ? ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയേ. എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമാണ്, പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പോൾ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷനില്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണത്. അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? സാത്താൻ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുന്നകണ കക്ഷിയാണ്.
ആരെ വിഴുങ്ങണമെന്നറിയാതെ. പത്രോസ് പറയുന്നുണ്ടല്ലോ അത്. 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാൾ ആവശ്യമില്ല. അതാണ് ഈശോ പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ഇപ്പം ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിന് ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണത്. പിന്നെ ചെയ്യണ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനം കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ല, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ, ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ യൂദാസ് പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വളരെ രസകരമായൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതൊരു അക്രൈസ്തവ സഹോദരി പറഞ്ഞതാണ്. അവരുടെ പേര് സജിനി സുരേന്ദ്രൻ. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് സജിനി സുരേന്ദ്രൻ. ഇവരുടെ വാർഡിൽ 40 വർഷമായിട്ട് ഒരു നടവഴി, ജനങ്ങളെല്ലാം പകുതി മുക്കാലും അതിലാണ് പോകണമെങ്കിലും മഴക്കാലമാകുമ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ റോഡ് മുങ്ങിപ്പോവും, ആ വഴി മുങ്ങിപ്പോവും, പിന്നെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അനുസരിച്ചുകൊണ്ട് ഇവർക്ക് റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവർ വലിയ സങ്കടപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ മെമ്പറായ കാലം മുതൽ ഇവർ മുനിസിപ്പൽ ഓഫീസിലും അവിടെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയിലും പറഞ്ഞ് അവസാനം ഇവർക്ക് റോഡ് അനുവദിച്ചത്. റോഡ് അനുവദിച്ചപ്പോൾ എന്താ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണത്. അപ്പോൾ 3 മീറ്റർ റോഡിൻ്റെ അപ്പുറത്തും വിടണം. സാധാരണ പഞ്ചായത്ത് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിനെല്ലാം ഒരു കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി തന്നെ പുഞ്ചപ്പാടത്ത് കൺസെൻറ്റാണ്. 20 പേരുടെ ഇടയ്ക്ക് 20 പേരുടെ ആൾക്കാർക്ക് വന്ന് ഈ 1.5 കിലോമീറ്റർ താമസിക്കുന്ന 20 അണ്ടപ്പേരുണ്ട്. അതെല്ലാം തപ്പിയെടുത്ത് ഓരോരുത്തരൊക്കെ കൈമാറി പോയി അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവസാനം കൺസെൻ്റെല്ലാം ഒപ്പിച്ച് കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്ത് ഇവർക്ക് റോഡ് സാങ്ഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് എഴുതി പോകണം. അതിന് ആണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് എഴുതിക്ക് അതിന് ടൈം ബൗണ്ടായിട്ടല്ലാണ്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എല്ലാ കൺസെൻറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളെടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി അസിസ്റ്റൻ്റ് എഞ്ചിനീയറിനെ കൊടുത്തിട്ട് പോയി. അപ്പോൾ സംഭവം കിട്ടി. കാര്യം മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇടിപിടിച്ച് മേടിച്ച റോഡാണത്. പക്ഷേ അത് എല്ലാം സെറ്റായിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആശ്വാസമായി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് സെക്രട്ടറി കണ്ടപ്പോൾ സെക്രട്ടറി ഓക്കെ അല്ലേ, ഇനി നമുക്ക് മുന്നോട്ട് പോകാമല്ല. അപ്പോൾ മാഡം ഓക്കെ അല്ല, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇത് പ്രോജക്റ്റ് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചങ്കിലി ഇടുത്തി പോലെ. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, എനിക്കത് മനസ്സിലാവും. ഞാൻ ഈ റോഡ് ഉണ്ടാക്കാനൊക്കെ കുറേ നടന്നിട്ടുള്ള കാരണം എനിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊക്കെ മനസ്സിലായി. പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ക്ഷോഭിക്കണോ, അവർ വന്നിട്ട് ഇവരോട് പറഞ്ഞ് ഇത് ഞാൻ മെമ്പറായിട്ടിരിക്കണില്ല, ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ ഇനി വരത്തില്ല ഇങ്ങോട്ട്, വന്നിട്ട് കാര്യമില്ല. ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് അവരെന്നെ ജയിപ്പിച്ച് വിട്ടത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് മെമ്പറിൻ്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവർ സെക്രട്ടറിയോടും മറ്റെല്ലാവരും പറഞ്ഞ്. പക്ഷേ എന്താ അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എയോട് പോയി ചോദിക്കാൻ പറഞ്ഞ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞു, മാഡം ഇനി 3 മാസമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ലാപ്സാകാൻ. അതിനുള്ള 1.5 മാസം വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. 1.5 മാസം കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് സാങ്ഷനായി വന്നാൽ 1.5 മാസം കൊണ്ട് ഈ പണി തീരത്തില്ല. പിന്നെ നമ്മൾ കൊടുത്ത് അവസാനം കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രോജക്റ്റ് വിട്ടില്ലെന്ന് പറഞ്ഞു.
അതോടുകൂടി ഇവർ സങ്കടപ്പെട്ടു പോകുന്നപ്പോൾ ഇവരുടെ ഇരിപ്പും നടപ്പും വീട്ടിൽ വരുന്നുള്ള ചേഷ്ടയെ കണ്ടപ്പോൾ ഇവരെ ഭർത്താവ് വിചാരിച്ച് ഇവർ ഇതായി പോകുമെന്ന് പറഞ്ഞ്, അതായത് ഇവർക്ക് വട്ടായി പോകും. അപ്പോൾ പറഞ്ഞ് എടിയാ റോഡ് നാട്ടുകാരാണ്, അത് വേണമെങ്കിൽ റോഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും, നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണത്, നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ടത്, നിന്റെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ആളെ നഷ്ടപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഇവരോട് ചൂടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറയും, ഇവർ ഉടമ്പടി എടുത്ത് വെച്ചും ഇവർ നേരെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഇവിടെ ഈ റോഡിടാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് കഴിയുമ്പോൾ, മാതാവേ നിൻ്റെ റോഡാണ്, നിനക്ക് വേണമെങ്കിൽ ഈ റോഡ് വേണം. ഇപ്പം കാര്യം എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാവുള്ളെല്ലാം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവിടെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ഫയൽ പൊങ്ങണമെങ്കിൽ അമ്മ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ റോഡ് അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച്, മാഡം റോഡ് പാസ്സായിട്ടുണ്ട് കേട്ടാ. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം. ഇവർ അവിടെ വിശ്വാസത്തെ, ഇപ്പം അവരൊരു ധ്യാനം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഈ തലക്കനമുള്ള ആൾക്കാർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ധ്യാനത്തിൽ. ഇപ്പം ധ്യാനം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ എല്ലാവരും ഇപ്പോൾ ഈ ധ്യാനപ്രസംഗം കേട്ടാൽ രക്ഷപ്പെടണത്. കൃപയാലാണ്, തിരുക്കുമാരൻ്റെയും കൃപയാലാണ്. മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ മക്കളുടെ അടുത്ത ആഴ്ച ഞാൻ വ്യാഴാഴ്ച പോവുകയാണ്. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരിയ ടെലീന. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് അന്തകാനഴി ഇടവാംഗമാണ്. ഞാൻ 2019 സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞങ്ങൾക്കൊരു വീട് മാതാവ് തന്നിരുന്നു, പക്ഷേ അതിൻ്റെ പണി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഏകദേശം ഒരു 9 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി അങ്ങനെ തന്നെ പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അപ്പോൾ ഒട്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ ഒരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പാമ്പ് കയറി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആദ്യം ഓർത്ത് എന്നെ അവൻ പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞു തന്നു. പക്ഷേ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ വീട്ടിലെ അയൽവാസികളും പിന്നെ എൻ്റെ അമ്മയും എല്ലാവരും അകത്ത് തന്നെ ഉണ്ടായി. പക്ഷേ ഇങ്ങോട്ട് പോയി എന്നറിയത്തില്ല ഈ സാധനം. കാര്യം ഞങ്ങൾ 10 വർഷമായിട്ട് ഒരു ചെറിയ ഷെഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ പണി പൂർണ്ണമായിട്ടും ഹോളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കയറിയതായിരിക്കും, അവിടെ കൂടി തന്നെ ഇത് പോയിട്ടുണ്ടാവുമായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നീടും 3-4 മാസം ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ഇതിന് കാണാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ കിടക്കാനായിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം ഉപദ്രവിക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ട് ഒട്ടും നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വീടിൻ്റെ പണി ചെയ്യാൻ നോക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിലധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഒരു 18,000 രൂപ ലോണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മുടെ കോവിഡൊക്കെ വന്ന ഒരു ടൈമിൽ എനിക്ക് ഫോൺ കിട്ടിയായിരുന്നു. എൻ്റെ ഒരു കസിൻ മേടിച്ചു തന്നിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷകളൊക്കെ കൂടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല, പക്ഷേ മാതാവ് അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഈ വീടിൻ്റെ പണി തീർക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇനി വരരുത്, അല്ലെങ്കിൽ വീടിൻ്റെ പണി ഞങ്ങൾക്ക് തീർത്ത് തരണം, എന്തെങ്കിലും ഒന്ന് തീരുമാനം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു. തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം പൈസയൊക്കെ തീരാനായി വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു വീട്ടിലിരുന്നിട്ടാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാം ബൈബിൾ വായന എല്ലാം നല്ലപോലെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു.
അപ്പോൾ എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് പറയുമായിരുന്നു, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും എന്നോട് ഒരു മാതിരിയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ അച്ഛൻ ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ പണിയൊന്നും അങ്ങനെ ഇവർക്ക് മാത്രം കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്നെങ്കിൽ എൻജിൻ കംപ്ലൈൻറ്റ്, അങ്ങനെ ഓരോ വല കീറിപ്പോവുക, അങ്ങനെ ഓരോരോ കംപ്ലൈൻറ്റ് എപ്പോഴും വന്നുകൊണ്ടിരുന്നു. ഞാനപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പയ്ക്കാണെങ്കിലും ദേഷ്യം വരും ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ. ഞാനതൊന്നും കാര്യമാക്കിയില്ല. പക്ഷേ അന്ന് ഒരു ദിവസം തലേന്ന് അച്ഛൻ്റെ കൂടെ തന്നെ പണിക്ക് പോകുന്നൊരു ചേട്ടൻ അന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ വേണം വല അടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞു ഈ കാര്യം. ഞാനപ്പോൾ പറഞ്ഞു കൃപാസനത്തിൽ പത്രം ഒരെണ്ണം കൊടുത്തു വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ മേടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു അങ്കി ഒരു കാര്യം ചെറിയ കാശുരൂപം, മാതാവിൻ്റെ കാശുരൂപം ഉണ്ട്, നീ അത് അപ്പാടെ കൊന്തയിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അവൾ അതേപോലെ തന്നെ ചെയ്തു. അന്ന് തൊട്ട് എൻ്റെ അപ്പയ്ക്ക് പണിയുണ്ടായി. അന്ന് 6 ലക്ഷം രൂപയ്ക്ക് പണിയുണ്ടായി. പിന്നെ 10, 19, അങ്ങനെ 25, അങ്ങനെ അത്രയും പണി നൽകി മാതാവ് അനുഗ്രഹിച്ചു. വീടിൻ്റെ പണി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റി. തേപ്പും എല്ലാം കഴിഞ്ഞു, ഏകദേശം വൈറ്റ് വാഷ് വരെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കും പണി കൊടുത്തു. അങ്ങനെ അമ്മയും ജോലിക്ക് പോയിട്ട് ഞങ്ങൾക്കത് കുറച്ചൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് 7-ാം തീയതി കഴിഞ്ഞ് ഡിസംബർ മാസം 7-ാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർത്തു തരണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി ഞാൻ വീടിനെ പറ്റി ഞാൻ ചോദിക്കത്തില്ല. ഡിസംബർ മാസം ഈ 2022 കഴിഞ്ഞാൽ ഞാൻ ഇനി ചോദിക്കത്തില്ലെന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡിസംബർ 31-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിലും സപ്ലി ഉണ്ടായിരുന്നു. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ആകാനായപ്പോഴായിരുന്നു ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും മാത്സിനായിരുന്നു എനിക്ക് സപ്ലൈ വന്നത്. ഞാനിവിടെ സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു പഠിച്ചത്, BA എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ എക്സാം എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഭയങ്കര ടഫായിരുന്നു. തേർഡ് സെമ്മ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിലും. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് എത്രയും ദയുള്ള മാതാവൊക്കെ എല്ലാം ചൊല്ലിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നതും അതിനുശേഷം ഞാൻ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതും. അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾക്ക് 3 പേർക്കും തേർഡ് സെമ്മ് ഫുള്ള് നല്ല പാസ്സാക്കി തന്നു. ഇപ്പോൾ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അപ്പായും അമ്മയെ സഹായിക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് ഓർത്താണ് ഞാൻ നിന്നത്. അപ്പോൾ ഡിഗ്രി കൊണ്ട് തന്നെ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മുതിർന്നവരുടെ അവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചെറിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഒരു കോഴ്സിനെ പറ്റി അറിയുകയും ഓൺലൈനായിട്ട് അതിന് ചേരുകയും ചെയ്തു. പക്ഷേ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ വണക്കമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന് ചേർന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ജോലി വേണം, അതിന് വേണ്ടി മാത്രമേ എനിക്കൊരു കോഴ്സ് മാതാവ് തരാവൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൽ ചേർന്നു. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇതായിട്ട് പഠിക്കാൻ പറ്റില്ല. 3 മാസത്തെ കോഴ്സ് 1 വർഷമായിട്ട് എനിക്ക് തീരുന്നുണ്ടായിരുന്നില്ല, പെൻഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് വിട്ടിട്ട് ജോലിക്ക് തന്നെ നോക്കാൻ വേണ്ടിയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ശ്രമിച്ചു. എന്ത് ജോലിക്കും പോകാമെന്നുള്ളൊരു മൈൻഡ് തന്നെ ആയി എനിക്ക് ഏറ്റവും അവസാനം. അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൊരു ഇൻ്റർവ്യൂവിന് ചെന്നു, അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വരുന്നതിന് മുൻപായിട്ട് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപായിട്ട് തലേന്ന് രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഈ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ, ഒരു കോഴ്സും ശരിയായിട്ടില്ല, എടുത്ത കോഴ്സിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ കിടന്ന സമയത്ത് രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് എൻ്റെ വീടിൻ്റെ വഴിയെല്ലാം ഞാൻ കണ്ടു. അവിടെ ഒരു കന്യാസ്ത്രീ അമ്മ വന്നിട്ട് എൻ്റെ അമ്മേനോട് എന്തോ സംസാരിച്ചു, പക്ഷെ അതെന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ അമ്മയുടെ പുറകിൽ ഞാനും എൻ്റെ ചേച്ചി നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ നീ എന്ത് ചെയ്യുവാന്ന് എന്നോട് ചോദിച്ചു.
ഞാനപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ് എടുത്ത് പഠിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അത് ഓൺലൈനായിട്ട് പഠിക്കേണ്ട, നീ അത് ഓഫ്ലൈനായിട്ട് നീ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാൽ മതി, അതൊരു 3-4 പ്രാവശ്യം നീ പോയി പഠിക്കുമെന്ന് തന്നെ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് അത് പറയുകയും ചെയ്തു. ഞാനങ്ങനെ അത് കഴിഞ്ഞ് ഞാനതിന് ചേർന്നതിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവിടെ വന്നാണ് നിന്നത്, ഇത്രയും തിരക്കായിരുന്നു. എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ചേർന്നപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. ക്ലാസ് ടെസ്റ്റാൽ പോലും വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 24 പേരായിരുന്നു അവിടെ പഠിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ മെയിൻ എക്സാം 4 മണിക്കൂറായിരുന്നു എക്സാം. അപ്പോൾ OMR ഷീറ്റായിരുന്നു. ഏകദേശം ഒരു 50 ക്വസ്റ്റ്യന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. 100 മാർക്കിനാണ് നമുക്ക് എഴുതേണ്ടത്. 100 മാർക്കിനാണ് നമുക്ക് എക്സാം. 70 മാർക്ക് നമ്മൾ മേടിക്കണം. ഞാൻ ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ എന്നാണ് മാം പറഞ്ഞത്. ഞാനപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഞാനിത് കറുപ്പിച്ച് വെച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ വരച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. ഞാനത് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 9 പേരായിരുന്നു ആകെ പാസ്സായത്. അതിൽ 3rd റാങ്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ ജോലിയുടെ കാര്യം, ഞാനത് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ തന്നെ വേക്കൻസിയൊക്കെ മൊത്തം വരുന്നത് ചെന്നൈ, ഹൈദരാബാദ് അവിടെയൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ ഇവിടെയെങ്ങും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളത്ത് മാത്രമാണ്, കാക്കനാട് ഇൻഫോ പാർക്ക് മാത്രമാണ് ഒരു കമ്പനി ഉള്ളതെന്നാണ് എന്നോട് ഞങ്ങളെ പഠിപ്പിച്ചത് ടീച്ചർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ തന്നെ കിട്ടണേന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെ ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് താലൂക്ക് ആശുപത്രിയിലൊക്കെ കൊടുക്കാനായി തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ. പിന്നെ വൃദ്ധസദനം, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ കേന്ദ്രത്തിൽ എനിക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും എനിക്കവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും